പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡാനിഷ് ഫറൂഖ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഡാനിഷ് ഫറൂഖിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോച്ചിന്റെ പദ്ധതി എന്താണെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ ഞങ്ങൾക്ക് വ്യക്തമാണ്. എല്ലാ കിരീടങ്ങളും നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇനി ഞങ്ങൾ നല്ലതുപോലെ വർക്ക് ചെയ്യുകയും കഷ്ടപ്പെടേണ്ടിയും വരും. ടീമിലെ എല്ലാവരും അവരുടെ മികച്ചത് തന്നെ നൽകും. അറ്റാക്കിംഗ് ഫുട്ബോളിനോടാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ ബെറ്ററായി വരേണ്ടതുണ്ട്. ഈ ഒരു വർഷം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായാലും നാഷണൽ ടീമിന് വേണ്ടിയായാലും മികച്ചത് തന്നെ നൽകുമെന്നും ഡാനിഷ് കൂട്ടിച്ചേർത്തു. ഈ ഒരു ഡ്യൂറൻഡ് കപ്പ് ഞങ്ങൾക്ക് വിജയിക്കണം. ഇത് മികച്ചൊരു ടൂർണമെൻ്റാണ്. തുടർന്ന് ഇതേ കുതിപ്പ് ISLലും തുടരണമെന്നാണ് ഡാനിഷ് ഫറൂഖ് പറയുന്നത്. അടുത്തൊരു വാർത്ത, അങ്ങനെ ഡ്യൂറൻഡ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ആരാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. സോഹൻ ബോട്ട് അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബംഗളൂരു FC ആയിരിക്കും. മാത്രമല്ല രാത്രി 7 മണിക്കായിരിക്കും മത്സരം ആരംഭിച്ചേക്കുക. ഈ ഒരു ഡ്യൂറൻഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനമായിരുന്നു ബംഗളൂരു FC കാഴ്ചവെച്ചിരുന്നത്. വരുന്ന ഓഗസ്റ്റ് 23-നായിരിക്കും മത്സരം നടന്നേക്കുക. തീർത്തും വാശിയേറിയ മത്സരം തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൊത്തത്തിൽ 8 ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിസ്റ്റ്. ബംഗളൂരു FC, കേരള ബ്ലാസ്റ്റേഴ്സ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഇന്ത്യൻ ആർമി, ഷിലോങ് ലജോങ്, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, പഞ്ചാബ് FC, ഈസ്റ്റ് ബംഗാൾ എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. എല്ലാ ടീമുകളും ശക്തരായിട്ടുള്ള ടീമുകൾ തന്നെയാണ്. ഇത്തവണത്തെ ഡ്യൂറൻഡ് കപ്പ് ഏത് ടീം നേടുമെന്നതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തൊരു കാര്യം, നാളെ നടക്കാനിരുന്ന കൊൽക്കത്ത ഡെർബി മത്സരം അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഡ്യൂറൻഡ് കപ്പ് ഒഫീഷ്യലായിട്ട് തന്നെ ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. മത്സരം ഉപേക്ഷിച്ചതിന്റെ കാരണം അവിടെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ്. രണ്ട് ടീമുകൾക്കും 1 പോയിന്റ് വീതം നൽകും. മാത്രമല്ല ടിക്കറ്റ് എടുത്ത കാണികൾക്ക് പണം തിരികെ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.